Symmetry functions. Symmetry functions definition: a polynomial in the variable x1, x2, etc. xn is called a symmetric polynomial or a symmetric function of these variables if it is not changed by changing the order of the variables in any manner. അതായത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിനോമിയലിനകത്തുള്ള വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ആ പോളിനോമിയൽ മാറാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് ഈ എക്സാമ്പിൾ. ഇവിടെ എക്സിൻ്റെ പൊസിഷനിൽ വൈ റീപ്ലേസ് ചെയ്താൽ എന്തുണ്ടാവും? ഈ ആദ്യമുള്ള എന്തായി മാറും? വൈ സ്ക്വയറായി മാറും. രണ്ടാമത്തെ എന്തായി മാറും? വൈ എക്സ് ആയി മാറും. ലാസ്റ്റ് ടൈം എന്തായി മാറും? എക്സ് സ്ക്വയറായി മാറും. പക്ഷേ ആ പോളിനോമിയൽ മാറിയോ? ഇല്ല. കാരണം പോളിനോമിയൽ എന്തിനെ വീണ്ടും കിട്ടിയേ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. വൈ എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്നത് എന്തിനാണ്? സെയിം തന്നെയാണ്. സോ ഇതൊരു സിമെട്രിക് പോളിനോമിയലാണ്. സോ സിമെട്രിക് പോളിനോമിയൽ എന്താണെന്ന് മനസ്സിലാക്കുക. തന്നിരിക്കുന്ന പോളിനോമിയലിന് വേരിയബിൾസിനെ ഇൻ്റർചേഞ്ച് ചെയ്താലും പോളിനോമിയൽ മാറാൻ പാടില്ല. ഈ എക്സാമ്പിൾ നോക്കിയേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി. ഇതിൻ്റെ അകത്ത് എക്ക് പകരം ബി കൊടുത്താലും അതുപോലെ ബിയുടെ പൊസിഷനിൽ എ കൊടുത്താലും എയുടെ പൊസിഷനിൽ സിയും സിയുടെ പൊസിഷനിൽ എയും ബിയുടെ പൊസിഷനിൽ സി അങ്ങനെ എന്ത് മാറ്റം വരുത്തിയാലും എന്തുണ്ടാവില്ല? തന്നിരിക്കുന്ന പോളിനോമിയലിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. സോ സിമെട്രിക് ആണ്. ഈ പോളിനോമിയൽ നോക്കുക. എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ്. ഇവിടെ എക്സിന് പകരം വൈ കൊടുത്താൽ പോളിനോമിയൽ കംപ്ലീറ്റ് ആയി മാറി. എന്ന് വെച്ചാൽ എന്തായി മാറും? അത് വൈ ക്യൂബ് പ്ലസ് 3y സ്ക്വയർ എക്സ് പ്ലസ് എക്സ് ക്യൂബായി മാറും. അല്ല, എക്സിന് പകരം വൈ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വൈക്ക് വരെ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ. സോ ദാറ്റ് മീൻസ് ഈ പോളിനോമിയൽ എന്തല്ല? സിമെട്രിക്. ഈ സെയിം പോളിനോമിയൽ കിട്ടിയില്ല. ദാറ്റ് മീൻസ് ഈ പോളിനോമിയൽ എന്തല്ല? സിമെട്രിക് അല്ല. ഓക്കെ, അടുത്ത സിഗ്മ ഫംഗ്ഷൻ ഡെഫിനിഷൻ. Taking the sum of all distinct terms obtained from a typical term x1 raised to alpha 1, x2 raised to alpha 2, etc. xm raised to alpha 1, where alpha 1, alpha 2, etc. alpha are positive integers, a symmetric function obtained that is called sigma function of the type alpha 1, alpha 2, etc. alpha and denoted by sigma x1 power alpha 1, x2 power alpha 2, etc. xm power alpha m. ഓക്കെ, അതായത് ഇപ്പോൾ n = 3 എന്നുള്ള കേസാണെങ്കിൽ പറയാം എങ്ങനെയാണ്? സമ്മേഷൻ x1 സ്ക്വയർ ഇൻറ്റു x2 സ്ക്വയർ x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് മൊത്തത്തിലുള്ള നൊട്ടേഷൻസിനെ ഒരു സിഗ്മ പുറത്ത് കൊണ്ടുവന്ന് നൊട്ടേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാത്രം. ഇങ്ങനെയാണ് നൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം x1 സ്ക്വയർ x2 സ്ക്വയർ x3 ഒരു ടേം. അടുത്ത ടേമിലുണ്ടാവും x1ൻ്റെ സ്ക്വയർ എടുക്കുക, അതുപോലെ x3യുടെ സ്ക്വയർ എടുക്കുക, x2നെ മാറ്റി നിർത്തുക. അടുത്ത ടേമിൽ എന്ത് ചെയ്യുക? x2ൻ്റെ സ്ക്വയർ എടുക്കുക, x3ൻ്റെ സ്ക്വയർ എടുക്കുക, അവസാനം x1 കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അതാണ് ഈ എക്സ്പോണൻഷ്യൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് n = 3 x1 ക്യൂബ് x2 ക്യൂബ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ x1 x2 x3 3 ആൾക്കാരുണ്ട്. ആ 3 ആൾക്കാരിൽ 2 ആൾക്കാരുടെ സ്ക്വയറുകളുടെ സം എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് x1 ക്യൂബ് x2 സ്ക്വയർ, x1 ക്യൂബ് x3 സ്ക്വയർ, x2 ക്യൂബ് x1 സ്ക്വയർ, x2 ക്യൂബ് x3 സ്ക്വയർ, x ക്യൂബ് ക്യൂബ് x1 സ്ക്വയർ പ്ലസ് x3 ക്യൂബ് x2 സ്ക്വയർ. ഒരു ക്യൂബും സ്ക്വയറുമാണ്, രണ്ടും സ്ക്വയറല്ല. ഒരാൾ ക്യൂബ് ഒരാൾ സ്ക്വയർ. അങ്ങനെ അപ്പോൾ ഒരാളെ 1 2 3 4 5 6 ടേം ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ മൊത്തം x1 x2 x3 ഉണ്ടായിരുന്ന 6 ആളിൽ നിന്ന് ഒരു ടേമിൽ 2 ആൾക്കാരെ വെച്ചെടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ 6 ആൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സമ്മേഷൻ. ഇപ്പോൾ സമ്മേഷൻ x1 ആണ്. n = 3 ആയിരുന്നെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി x1 പ്ലസ് x2 പ്ലസ് x3 ആയിരിക്കും. ഓക്കെ, നൗ ഫോർ n = questions, verify that the following functions are symmetric and break them into sigma functions. x1 plus x2 into x1 plus x3 into x2 plus x3. അപ്പോൾ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ത് ചെയ്യുക? സിമെട്രിക് ആണോ നോക്കണം. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പോളിനോമിയൽ x1 x2 x3 ഇൻ്റർചേഞ്ച് സെയിം വരുന്നുണ്ടോ നോക്കുക. ഇവിടെ നമ്മൾ x1 x2 ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മാറ്റം വരുത്താൻ? ഇപ്പോൾ x2 x3 x1, x1ൻ്റെ പൊസിഷനിൽ x2, x2ൻ്റെ പൊസിഷനിൽ x3, x3യുടെ പൊസിഷനിൽ x1 എങ്ങനെ മാറ്റം വരുത്തിയാലും തന്നിരിക്കുന്ന പോളിനോമിയൽ എന്തുണ്ടാവില്ല? മാറ്റം വരാൻ പോകുന്നില്ല. ദാറ്റ് മീൻസ് പോളിനോമിയൽ എന്തായി മാറും? സിമെട്രിക് ആയി മാറും. ഓക്കെ, ഇനി സിമെട്രിക് പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ എന്തുണ്ടാവും? നോക്കാം. ഈ പോളിനോമിയൽ നമുക്ക് നോക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. എന്തുണ്ടായാലും എന്തുണ്ടാവില്ല? സിമെട്രിക് പോളിനോമിയലിനെ ഈ x1 x2 x3 ഒരേപോലെ ഇരിക്കുന്നത്. x1 x2ന് പകരം എന്ത് ചെയ്യുക? x3നെ കൊടുക്കുക, x3ക്ക് പകരം x2 കൊടുക്കുക. അങ്ങനെ ചെയ്താലും പ്രൊഡക്റ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ ഏത് ചെയ്താലും നമ്മൾ എന്താണ്? ഇതിനും വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി symmetry functions of root of an algebraic equation. If in a symmetric function
phi of x1, x2, etc. by xn, we substitute instead of the variables the numbers alpha 1, alpha 2, alpha n, which are roots of an algebraic equation xn plus p1 x raised to n minus 1, p2 x raised to n minus 2, etc. pn equal to 0. Then phi of alpha 1, alpha 2, etc. alpha n is called the symmetric function of the roots of the equation from the relation between roots and coefficients of a polynomial equation. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ തന്നിരിക്കുന്ന ഒരു പോളിനോമിയൽ എക്സ് റേസ് ടു എൻ പ്ലസ് പി വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പി ടു എക്സ് റേസ് ടു എൻ മൈനസ് ടു എക്സെട്ര പി എൻ ഈക്വൾ ടു 0 എന്നാണ് പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട്സുകൾ തമ്മിലുള്ള സിമെട്രിക് ഫംഗ്ഷൻസ് എടുത്തിട്ട് ആ സിമെട്രിക് ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു സം ഓഫ് റൂട്ട്സും ഇവരും തമ്മിലുള്ള ബന്ധങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫസ്റ്റ് കോഎഫിഷ്യൻറ്റിൻ്റെ ലാർജസ്റ്റ് കോഎഫിഷ്യൻറ്റ് തൊട്ടടുത്ത കോഎഫിഷ്യൻറ്റ് എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റ് മൈനസ് ബി ബൈ എ ആണ്, അല്ലെങ്കിൽ അടുത്ത സി ബൈ എ ആണ്, അടുത്ത ഡി ബൈ മൈനസ് ഡി ബൈ എ ആണ്, അല്ലെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അതിന് ഈ സം ഓഫ് റൂട്ട്സിൻ്റെ ഹെൽപ്പോട് കൂടി എഴുതുന്നത് മാത്രം. ദാറ്റ് ഈസ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? റൂട്ട്സ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ ആണെങ്കിൽ സമ്മേഷൻ ആൽഫ 1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എൻ ഈക്വൽ ടു എന്താ വരിക? മൈനസ് ഡെഫിനിഷൻ പ്രകാരം എന്താ? മൈനസ് ബി ബൈ എ എന്ന് വെച്ചാൽ ആരാ? ബി ഇവിടെ ആരാണ്? P1 ആണ്. ദാറ്റ് ഈസ് മൈനസ് P1 ബൈ എ. എ പക്ഷേ ആരാ? ഇവിടെ പി എൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് P1. പി എൻ്റെ അല്ല, ഈ എക്സിസ്റ്റൻ്റ് കോഎഫിഷ്യൻ്റ് ആണ് എ എന്ന് പറഞ്ഞത്. സോ മൈനസ് P1 ആണ്. അടുത്ത സം ഓഫ് റൂട്ട്സ് ഓഫ് പ്രോഡക്ട്സ് ടേക്കൺ അറ്റ് 2 ടൈം. സമ്മേഷൻ ആൽഫ 1, ആൽഫ 2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ടാൾക്കാരെ വെച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെ സമ്മ. അതായത് സമ്മേഷൻ ആൽഫ 1, ആൽഫ 2 ഈക്വൽ ടു ആൽഫ 1, ആൽഫ 2 പ്ലസ് ആൽഫ 1, ആൽഫ 3 പ്ലസ് എക്സെട്ര ആൽഫ എൻ മൈനസ് 1, ആൽഫ എൻ ഈക്വൽ ടു P2. ഇനി പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താ വരിക? ആൽഫ 1, ആൽഫ 2, ആൽഫ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു എക്സെട്ര ആൽഫ എൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു പി എൻ. ഓക്കെ, യൂസിങ് ദീസ് ഫാക്ടേഴ്സ് വി ഹാവ് ദ റിലേഷൻ സിഗ്മ 1 ആൽഫ 1 സ്ക്വയർ. നമുക്ക് അറിയാവുന്ന റിലേഷൻസ് ആലോചിക്കുക. സിഗ്മ 1 ആൽഫ 1 സ്ക്വയർ എന്ന് വെച്ചാൽ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് ആരാ? ആൽഫ 1 സ്ക്വയർ പ്ലസ് ആൽഫ 2 സ്ക്വയർ പ്ലസ് ആൽഫ 3 സ്ക്വയർ ആണ്. ഇനി എങ്ങനെയാക്കി മാറ്റാം? നമുക്ക് സമ്മേഷൻ ആൽഫ 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സമ്മേഷൻ ആൽഫ 1 ആൽഫ 2 എന്ന് വെച്ചാൽ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bb c പ്ലസ് 2ac ആണ്. അതിന് 20 മാറ്റി എഴുതി മാത്രം. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലെ ആൾക്കാരുടെ സമ്മ എടുത്ത് ഹോൾ സ്ക്വയർ എടുത്തിട്ട് മൈനസ് അതിൻ്റെ 2 ഇൻറ്റു ആൾക്കാരുടെ മൈനസ് ഇതാണ്. അതാണ് ഈ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആൽഫ 1 സ്ക്വയർ ആൽഫ 2 എഴുതിയിട്ടുണ്ട്, ആൽഫ 1 ക്യൂബ് എഴുതിയിട്ടുണ്ട്, ആൽഫ 1 സ്ക്വയർ ആൽഫ 2 ആൽഫ 3 എഴുതിയിട്ടുണ്ട്. സോ ചിലതൊക്കെ നമുക്ക് പ്രൊഡക്റ്റാക്കി മാറ്റേണ്ടി വരും. സോ അതിനനുസരിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, കണ്ടോ? സിഗ്മ 1 ആൽഫ 1 സ്ക്വയർ ആൽഫ 2 എങ്ങനെ എഴുതിയിട്ടുണ്ട്? സിഗ്മ 1 ആൽഫ 1 ഇൻറ്റു സിഗ്മ ആൽഫ 1 ആൽഫ 2 മൈനസ് 3 ഇൻറ്റു ആൽഫ 1 ആൽഫ 2 ആൽഫ 3. ഇനി സിഗ്മ 1 ആൽഫ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കുന്നത്? സിഗ്മ 1 ആൽഫ 1 സ്ക്വയർ ഇൻറ്റു സിഗ്മ 1 ആൽഫ 1 മൈനസ് സിഗ്മ 1 ആൽഫ 1 സ്ക്വയർ ആൽഫ 2. സിമിലർലി ഓരോന്നിൻ്റെയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രോബ്ലംസ് കാരണം ഇതൊക്കെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വേണ്ടാണ്. നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം വേണ്ടി വരും. സോ അതൊന്ന് ഓർത്ത് മനസ്സിൽ വെച്ചിട്ടാവണം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇഫ് ആൽഫ ബീറ്റ ഗാമ ആൻഡ് ഗാമ ആർ ദ റൂട്ട്സ് ഓഫ് എക്സ് ഈസ് ടു 4 പ്ലസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് ക്യൂബ് പ്ലസ് സി എക്സ് പ്ലസ് ഡി ഈക്വൽ ടു 0, find the values of the following in terms of the coefficients. Since alpha, beta, gamma and delta are roots of x raised to 4 plus ax cube plus bx cube plus cx plus d equal to 0, minus sigmation alpha എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ ആൽഫ എന്ന് പറഞ്ഞാൽ സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റയാണ്. എന്ന് വെച്ചാൽ എന്താ വരിക? മൈനസ് ബി ബൈ എ ആണ്, അല്ലേ? ഇവിടെ പ്രകാരം എന്താ? മൈനസ് ബിക്ക് വരം എ ആണ്. ദാറ്റ് ഇസ് മൈനസ് എ ബൈ എക്ക് വരം 1 ആണ്. ദാറ്റ് ഈസ് മൈനസ് എ കിട്ടി. ഇനി സമ്മേഷൻ ആൽഫ ബി എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരുടെ പ്രൊഡക്റ്റുകളുടെ സമ്മ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി അടുത്ത ടേം ബി ബൈ എ ആണ്. ദാറ്റ് ഈസ് ബി ആണ്. അടുത്ത സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമയുടെ സമ്മ എന്ന് പറയുന്നത് എന്താണ്? അടുത്തത് മൈനസ് അടുത്ത ടേം ആണ് മൈനസ് സി ബൈ എ ആണ്. ദാറ്റ് ഈസ് മൈനസ് സി ആണ്. സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഈക്വൽ ടു എന്താ വരിക? പ്രൊഡക്റ്റ് പ്ലസ് ഡി ബൈ എ ആയി മാറി. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരും? സമ്മേഷൻ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്തിനോട് സമാണ്? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 സമ്മേഷൻ ആൽഫ ബീറ്റയുടെ സമ്മാണ്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2b എന്ന് വരും. ഓക്കെ, അതായത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രം. അതായത് ഈ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിമിലർലിയാണ് ഓരോ പ്രോബ്ലത്തിലും നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെയും സമ്മേഷൻ ആൽഫ കണ്ടുപിടിച്ചിട്ടുണ്ട്, സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടെ സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ മൊത്തത്തിൽ ഇതിൽ അങ്ങനെ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ടേമുകൾ എന്ത് ചെയ്യുക? ഇത്ര മാത്രമേ അറിയേണ്ടത്. തന്നിരിക്കുന്ന ടേമിന് ഏത് രീതിയിലാണ് നമുക്കറിയാവുന്ന കോഎഫിഷ്യൻസിൻ്റെ ബന്ധം എന്നുള്ള രീതിയിൽ
എക്സ്പാൻഡ് ചെയ്ത് തരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബാക്കി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നടക്കുന്നത്. അത് ദിവസം നോക്കാം. ഇഫ് x1 x2 x3 are roots of the equation x cube plus p1 x cube plus p2 x plus p3 equal to 0, express the following symmetric functions in terms of the coefficients x1 square x1 minus x2 whole square into x3 plus x1 minus x3 square into x2 plus x2 minus x3 whole square into x1. ഓക്കെ, നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. സിൻസ് x1 x2 x3 are roots of this equation, we know that എന്താ പറയാം, റൂട്ട്സ് ആയതുകൊണ്ട് x1കളുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് മൈനസ് പി ബൈ p1/1 ആണ്, ദാറ്റ്സ് മൈനസ് p1 ആണ്. സമ്മേഷൻ x1 x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് p2/1 ആണ്. സമ്മേഷൻ x1 x2 x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് p3 ആണ്. ഇനി അപ്പോൾ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ ഇൻറ്റു x3, ഈ എക്സ്പാൻഷൻ എന്ത് ചെയ്യുക, ഒന്ന് തന്നിരിക്കുന്ന ആളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് വേണ്ട ആൾക്കാരെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതെന്താ പറയുന്നത്, സമ്മേഷൻ x1 സ്ക്വയർ x2 മൈനസ് 6 ഇൻറ്റു x1 x2 x3 ആയിട്ടാണ് വരാൻ പോകുന്നത്. സോ ഇതിലെന്താ ചെയ്യുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, സിഗ്മ x1 ഇൻറ്റു സിഗ്മ x1 x2 മൈനസ് 3 ഇൻറ്റു x1 x2 x3 മൈനസ് 6 x1 x2 x3 ആയി മാറി. സോ അതിനനുസരിച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിഗ്മ x1 കണ്ടുപിടിച്ചിട്ടുണ്ട്, സിഗ്മ x1 x2 കണ്ടുപിടിച്ചിട്ടുണ്ട്, സിഗ്മ x1 x2 x3 കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നൗ ഇഫ് ഇതേപോലെ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ കിട്ടും. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x cube minus 3x plus 1 equals 0 to be denoted by alpha beta gamma, find the equation whose roots are alpha plus alpha minus and beta plus beta inverse plus gamma inverse. Since alpha beta gamma roots of the equation, നമുക്ക് എന്താ പറയാൻ പറ്റും, സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, തന്നിരിക്കുന്ന പോളിനോമിയൽ നോക്കുക, പോളിനോമിയൽ എക്സ് സ്ക്വയർ ടേമിൻ്റെ കോഫിഷ്യൻറ്റ് 0 ആണ്, ദാറ്റ് ഈസ് p1 ഈക്വൾ ടു 0 ആണ്, p2 ഈക്വൾ ടു എന്താ വരിക, p2 ഈക്വൾ ടു -3 ആണ്, p3 ഈക്വൾ ടു 1 ആണ്. സോ സമ്മേഷൻ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി മൈനസ് എന്തായിരിക്കും, p1/1 ആണ്, ദാറ്റ് ഈസ് മൈനസ് p1 ആണ്. പക്ഷേ മൈനസ് p1 എന്ന് പറയുന്നത് 0 ആണ് ഇവിടെ. ഇനി സമ്മേഷൻ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ പ്ലസ് ഗാമ ഡെൽറ്റ പ്ലസ് ബീറ്റ ഗാമ ഈക്വൾ ടു എന്താ വരിക, മൈനസ് പ്ലസ് p2/1 ആണ്, ദാറ്റ് p2 ഈക്വൾ ടു -3 കിട്ടും ഇവിടുത്തെ പ്രകാരം. സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് ഇവിടെ എന്തായി മാറും, -p3 ആണ്, പക്ഷേ ഇവിടെ ഈക്വൾ ടു 1 ആണ്, ദാറ്റ് p3 ഈക്വൾ ടു -1 ആണ്. ഇനി let x cube plus k1 x plus k2 x plus k3 equal to 0 be equation where the roots are alpha plus alpha inverse, beta plus beta inverse and gamma plus gamma inverse. നമുക്ക് എന്താ പറയാൻ പറ്റും, ഈ ആൾക്കാരുടെ സം എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ആൽഫ ഇൻവേഴ്സ് പ്ലസ് ബീറ്റ ഇൻവേഴ്സ് പ്ലസ് ഗാമ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ സം എന്ന് പറയുന്നത് -k1 ആണെന്ന് പറയാൻ പറ്റും. ഇനി ഈ ആൾക്കാർ എന്ത് ചെയ്യാം, ഈ ആൾക്കാരെ എല്ലാം ആൽഫ പ്ലസ് 1/ആൽഫ, ബീറ്റ പ്ലസ് 1/ബീറ്റ, ഗാമ പ്ലസ് ഗാമ എന്നുള്ളത് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് എന്ത് കിട്ടും, 1/ആൽഫ പ്ലസ് 1/ബീറ്റ പ്ലസ് 1/ഗാമ. ഇതിൽ ആൽഫ ബീറ്റ ഗാമ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, 0 ആണെന്നറിയാം. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ രീതി ചെയ്യാം, ദാറ്റ് ഈസ് ബീറ്റ ഗാമ ബൈ ആൽഫ ബീറ്റ ഗാമ എന്ന് എഴുതാം, ആരെ 1/ആൽഫേനെ. ഇനി ബീറ്റേനെ എങ്ങനെ എഴുതാം, ഗാമ ഡെൽറ്റ ബൈ 1 ബീറ്റ ഗാമ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡിനോമിനേറ്റർ ആൽഫ ബീറ്റ ഗാമ, ന്യൂമറേറ്ററിൽ 2 ആൾക്കാരെ വെച്ച് എടുത്തിട്ടുള്ളതിന് സമ്മായി മാറും. അത് നമുക്ക് രണ്ടും അറിയാം, ആ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് k1 ഈക്വൾ ടു എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കലി ഇതെന്ന് പറയുന്നത് എത്രയാണെന്നറിയാം, ഇത് -3 ആണെന്നറിയാം, ഇത് -1 ആണെന്നറിയാം. ദാറ്റ് ഈസ് k1 ഈക്വൾ ടു ഇതാണ്, ദാറ്റ് ഈസ് k1 ഈക്വൾ ടു -3 ആണ്. Now in the sum of product of roots of the equation taken 2 at a time, 2 ആൾക്കാരുടെ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് സെയിം പരിപാടികൾ ചെയ്യുന്നു, നമുക്കറിയാവുന്ന ടേമുകൾ എത്തുമ്പോൾ നിർത്തുന്നു, അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ k2 ഈക്വൾ -6 കിട്ടുന്നുണ്ട്. സോ അടുത്ത പ്രൊഡക്റ്റ് ഓഫ് -k3 എടുത്തു, അതുപോലെ ചെയ്തു, സെയിം പരിപാടികൾ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ k3യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കുറച്ച് പാടുണ്ട്, പക്ഷെ നമ്മൾ 2 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല എന്തായാലും ചെയ്യുമ്പോൾ. അങ്ങനെ k1നും k2നും k3യുടെ വാല്യൂസ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ സിമിലർ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഞാൻ അങ്ങോട്ട് വരാൻ പോകുന്നത്. സെയിം പ്രോബ്ലത്തിൻ്റെ തന്നെ ഇതുപോലുള്ള കുറച്ച് ടേമുകൾ കണ്ടുപിടിക്കാനും ചെയ്യാനും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്തിട്ട് തന്നെയാണ് ശരിയാവണം. നമുക്ക് 1-2 തവണ പ്രോബ്ലംസ് വീണ്ടും ചെയ്യുക, അപ്പോൾ മാത്രമേ നമുക്ക് ഈ ടെക്നിക്ക് മനസ്സിലെപ്പോഴും നിൽക്കുള്ളൂ. സോ കുറച്ച് പ്രോബ്ലംസ് ഹോംവർക്ക് ആയിട്ടുണ്ട്, അത് ആൾറെഡി സോൾവ് ഔട്ട് ആയി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം ഒന്ന് നോക്കുക. ഓക്കെ.